കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് വരെ ഞാൻ തിഹാർ ജയിലിലായിരുന്നു. ജയിലിലാണോ ജോലി? ജോലിയല്ല, ഒരു കൊലക്കേസിൽപ്പെട്ടവിടെ കിടക്കായിരുന്നു. കുത്തും കൊലയും ഒക്കെ എന്റെ ബോംബെ ജീവിതത്തിലെ നിത്യ സംഭവങ്ങളാണ്. എത്രയോ പേരെ ഞാൻ കുത്തിയിട്ടുണ്ട്. എത്രയോ വർഷം ഞാൻ ജയിലിൽ കിടന്നിട്ടുണ്ട്. ബോംബെയിലെ അധോലോകം ദാമോദർജി എന്ന് കേട്ട ഞെട്ടി വിറയ്ക്കും. ആരാണയാൾ? ഞാനാണ് അയാൾ. ശിവസേനക്കാരെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. ഏത് കൊലകൊമ്പനായ ശിവസേനക്കാരനായാലും ഒരാളുടെ മുമ്പിൽ മാത്രമേ അവിടെ മുണ്ടിന്റെ മടയിൽ കുത്തയച്ചിടാറുള്ളൂ. ആ ആളാണ് ഈ ദാമോദർജി. ബോംബെക്കാരൊക്കെ മുണ്ടും മടക്കി കുത്തിയാണോ നടക്കുന്നത്? അല്ല, ഈ മുണ്ടെന്ന് പറഞ്ഞാലേ ധോത്തി, പാളത്താറ്. ആത്മപ്രശംസ എനിക്ക് തീരെ ഇഷ്ടമല്ല. എങ്കിലും ഒരു സത്യം കൂടെ ഞാൻ പറയാം. വിശ്വവിഖ്യാതനായ ചാൾ ശോഭരാജനെ പണിക്കർ അറിയോ? കേട്ടിട്ടുണ്ട്. എന്റെ ആത്മസുഹൃത്താണ്. എനിക്ക് ഇത്രയും വലിയ പാരമ്പര്യമൊന്നുമില്ല. പക്ഷെ വേണ്ടി വന്നാൽ ഒരാളെ കൊല്ലാൻ എനിക്ക് മടിയുമില്ല. സാബാഷ്. അച്ഛാ, ശക്തനായ പ്രതിയോഗികളാണ് എനിക്കിഷ്ടം. മിസ്റ്റർ പണിക്കർ, ആ ക്ലോക്കിലേക്ക് നോക്കൂ. ഇപ്പോ 11 മണിയായി. നിങ്ങൾക്ക് ഞാൻ 1 മണിക്കൂർ സമയം കൂടെ തരുന്നു. സിർഫ് 1 ഘണ്ട. ആ സമയം നിങ്ങളുടെ സാധനങ്ങൾ പാക്ക് ചെയ്യാനുള്ള സമയമാണ്. സമജാ? ഇവിടെ ഒരു ചോരക്കളം സൃഷ്ടിക്കാൻ എനിക്ക് ഇഷ്ടമില്ലാത്തൊന്ന് പറയാണ്. കൃത്യം 12 അടിക്കുമ്പോൾ പണിക്കർ പുറത്തിറങ്ങിയിരിക്കണം. യാദ് രഖന, കൃത്യം 12 മണി. ठीक 12 बजे. नहीं तो मैं तुम्हें जिंदा नहीं छोड़ूंगा. समझा?